മാസ്റ്റർ ഇന്ന് ലോകത്ത് ഭൂരിഭാഗം ആളുകളും ആത്മീയരാണ്. ഈ ആത്മീയതയുടെ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണല്ലോ. അപ്പോൾ ഈ മോക്ഷത്തിന് തടസ്സമായിട്ട് എല്ലാ ആളുകളിലും ഉള്ളത് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം ഭയമാണ്. ഈ ഭയത്തെ ഇല്ലാതാക്കാൻ ബോധശാസ്ത്രത്തിൽ എന്താണ് മാർഗം? കവിത, അത് ശരിയാണ്. ചോദ്യം വളരെ അർത്ഥവത്താണ്. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം ഭയം തന്നെയാണ്. അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഭയം മനുഷ്യൻ്റെ ഒരു ജന്മവാസനയാണ്. അല്ലാതെ നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നതല്ല ഭയം. ഭയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നശ്വരമായ ഒരു പ്രപഞ്ചത്തെയും ജീവനെയും മനുഷ്യർ അതിൻ്റെ നശ്വരത മറന്നിട്ട് അതിനെ സത്യമായി കാണാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്നാണ് ഭയത്തിൻ്റെ തുടക്കം. കാരണം സത്യമല്ലാത്ത ഒരു സംഗതിയെ സത്യമെന്ന് കരുതി നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ, അല്ലെങ്കിൽ ആ സത്യത്തെ, ആ നശ്വരത എന്ന സത്യത്തിൽ നിന്ന് മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, ഈ നശ്വരത നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ ഇടപെടും. അത് നമുക്ക് താങ്ങാൻ കഴിയില്ല. കാരണം നമ്മൾ നശ്വരതയെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ ഭയം ആരംഭിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നമായ ഈ ഭയം ഈ നശ്വരതയെ മറന്നുകൊണ്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിതിനെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ അതിനാവശ്യമായ എങ്ങനെയാണ് ഈ ഭയം നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ആദ്യം നോക്കണം. എങ്ങനെയാണ് ഈ ഭയം പ്രവർത്തിക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞത് ഭയത്തിൻ്റെ അടിസ്ഥാന കാരണമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. പക്ഷെ ഭയം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യം നമ്മുടെ ശരീരത്തിൽ ചില രാസവസ്തുക്കളെ വികാരങ്ങളിലൂടെ സൃഷ്ടിക്കുന്നു. നമുക്കറിയാം, വികാരങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായ വികാരമാണ് ഈ ഭയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഭയം വരുമ്പോൾ അടിവയറ്റിൽ നിന്നൊരു ആന്തല് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നെഞ്ചിനകത്തൊരു കത്തല്, അല്ലൊരു വിങ്ങൽ. ഇതൊക്കെ നമ്മൾ ഭയത്തിൻ്റെ അടയാളമായിട്ട്, ലക്ഷണമായിട്ട് നമ്മൾ കാണാറുണ്ട്, അനുഭവിക്കാറുണ്ട്. അപ്പോൾ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്, ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ, ഭയപ്പെടേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തനിയെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തനിയെ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, ഒരു ഭയത്തിൻ്റെ ഹോർമോൺ. ഈ ഹോർമോണാണ് നമ്മളിൽ ഭയം ഒരു അനുഭവമായി കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ വികാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വികാര അനുഭവങ്ങൾ എന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് വികാരങ്ങളെല്ലാം അനുഭവങ്ങളാണ്. നമുക്കൊരു വികാരം വന്നാൽ അത് അനുഭവമായിട്ട് നമ്മൾ അനുഭവിക്കും. അപ്പോൾ അങ്ങനെ ഒരു രാസവസ്തു നമ്മളിൽ ഒരു അനുഭവം സൃഷ്ടിക്കുന്നു. ആ അനുഭവത്തെയാണ് നമ്മൾ ഭയം എന്ന് വിളിക്കുന്നത്. ഈ ഭയത്തിൽ നിന്നാണ് ബാക്കിയുള്ള ആയിരം വികാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്. സ്നേഹം, വെറുപ്പ്, അനുകമ്പ, ദയ, അല്ലെങ്കിൽ ദേഷ്യം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നത് ഈ ഭയത്തിൽ നിന്നാണ്. ഈ ഭയത്തിൻ്റെ വികാരത്തിൽ നിന്നാണ് നമുക്കിതെല്ലാം, ഇങ്ങനെയുള്ള മറ്റ് വികാരങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരം ഒരു കമ്പ്യൂട്ടർ പോലെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. ആ സാഹചര്യത്തോട് റെസ്പോണ്ട് ചെയ്യുന്നു. നമുക്ക് ആ സാഹചര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യാതെ നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. അതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം. ഭയം വെറും ഒരു വെറും ഒരു നശ്വരതയിൽ നിന്ന് വെറുതെ വരുന്നൊരു സംഗതിയല്ല. ഭയം നമ്മളിൽ ഇൻബിൽട്ടാണ്, നമ്മുടെ ശരീരത്തിൽ ഇൻബിൽട്ടാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ജനറ്റിക് പ്രോഗ്രാമുകളെ ബോധം റീഡ് ചെയ്യുമ്പോൾ ആ റീഡിങ്ങിലാണ് ഈ ഭയം ഒരു അടിസ്ഥാന ഘടകമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഭയത്തെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഭയത്തിൻ്റെ സോഴ്സ് നമ്മൾ കണ്ടു. എവിടെ നിന്നാണ് ഈ ഭയം നമുക്ക് വരുന്നത്? ഭയം രണ്ട് തരത്തിലാണ് നമ്മളെ കീഴടക്കുന്നത്. ഒന്ന്,
നശ്വരതയെ നമ്മൾ സദാസമയം നമ്മളുടെ ബുദ്ധി മറന്നുകൊണ്ടിരിക്കുന്നു. രണ്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഭയത്തിന്റെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ തനിയെ ഉണ്ടാകുന്നത്. നമ്മുടെ അനുവാദം വേണ്ട അതിന് ഉണ്ടാകാനായിട്ട്. നമ്മളോട് ചോദിച്ചിട്ടല്ല ഈ ഹോർമോൺ ഉണ്ടാകുന്നത്. ഭയപ്പെടട്ടെ എന്ന് ചോദിച്ചിട്ടല്ല നമ്മൾ ഭയപ്പെടുന്നത്. ഭയം തനിയെ വരുന്നതാണ്. അപ്പോൾ ഒരു മറവിയും, അതായത് നശ്വരതയെ മറക്കുന്നു, ഒരു ഹോർമോൺ ഉണ്ടാകുന്നു. ഇതാണ് ഭയത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു ഘടന. ഇനി ഭയത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് അടുത്ത പ്രശ്നം. നമുക്ക് തിരിച്ചറിവുണ്ട്, നമുക്ക് ബോധമുണ്ട്, നമുക്കിതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മളിതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയത്. ഇപ്പം നമ്മൾ സ്ട്രക്ചറാണ് മനസ്സിലാക്കിയത്. പക്ഷേ പ്രശ്നം അവിടെയല്ല കിടക്കുന്നത്. നമുക്ക് ഈ വികാരങ്ങൾ പെട്ടെന്ന് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് എങ്ങനെ വരുന്നു, അതാണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഈ ഭയം എങ്ങനെ കയറി വരുന്നു എന്നുള്ളതാണ്. ഭയത്തിൻ്റെ വികാരം എങ്ങനെ കയറി വരുന്നു. അവിടെ നമ്മൾ കാണുന്നത്, നമ്മൾ സദാസമയവും ജീവിതത്തിൽ അശ്രദ്ധമായിട്ടാണ് നിൽക്കുന്നത്. ശ്രദ്ധയോടെയല്ല നമ്മൾ നിൽക്കുന്നത്. ഈ അശ്രദ്ധ എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും നമ്മൾ അലക്ഷ്യമായി ജീവിക്കുന്നു. അല്ല, അങ്ങനെയല്ല. അതിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ചില കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടടുത്ത് ഓർമ്മിക്കാൻ പറ്റാതെ വരും. അതിനെയാണ് ഞാൻ അൺഅവെയർനെസ് അല്ലെങ്കിൽ ബോധമില്ലായ്മ എന്നൊക്കെ ഞാൻ വിളിക്കുന്നത്. ഇപ്പം നമുക്കൊരു പ്രത്യേക ആഗ്രഹം നേടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവെയർനെസ് ഉണ്ടാവും. നമ്മൾ അവെയറായിട്ട് അത് ചെയ്യുകയും ചെയ്യും. ആ അവെയർനെസ് നമ്മളിൽ കൊണ്ടുവരുന്നത് ആ ആഗ്രഹമാണ്. ആഗ്രഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, പ്രാധാന്യമാണ്. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ ഇന്ന ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് എന്ന് വരുന്നിടത്ത് നമ്മൾ ഓർമ്മിക്കില്ല. ബുദ്ധിക്ക് അങ്ങനൊരു അവെയർനെസ് ഇല്ല. അതായത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഭയം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഭയം ഉണ്ടാകേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് ആവുന്ന ഒരു ചിന്ത നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഭയന്നതിന് ശേഷം, ഭയം അനുഭവിച്ചതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഭയന്ന് പോയല്ലോ, എന്തിനാ ഭയന്നത്. നമ്മൾ പിന്നീട് ആ പ്രശ്നം അങ്ങ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്തിനാണ് ഭയന്ന് നമ്മൾ ടെൻഷൻ അടിച്ചതെന്ന് നമ്മൾ തന്നെ ആലോചിക്കും. എന്ന് പറഞ്ഞാൽ ഭയം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നാണ്. ഈ നിയന്ത്രണത്തിലല്ല എന്ന് പറയാനുള്ള കാരണം ഈ അവെയർനെസ് അവിടെ വരാത്തത് കൊണ്ടാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ അവെയർനെസ് നമ്മൾ അവിടെ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവെയർനെസ് അവിടെ വരാത്തതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ നശ്വരതയെ മറന്ന് ഈ പ്രപഞ്ചം റിയലാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ വസ്തുക്കളെയും, നമുക്കിഷ്ടമുള്ള വസ്തുക്കൾ, ഈ ഭൂമിയിൽ എന്തെല്ലാം നമുക്കിഷ്ടമുണ്ട്, സ്വർണം, രത്നങ്ങൾ, ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, പിന്നെ നമുക്കിഷ്ടമുള്ള വ്യക്തികൾ, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ കാമുകി, ഇങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാരാണോ അവരെയൊക്കെ നമ്മൾ പൊസസ് ചെയ്യും. അവരോടൊക്കെ നമ്മളൊരു മമതാബന്ധം സ്ഥാപിക്കും. ഈ മമതാബന്ധം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മമതാബന്ധം എന്ന് പറയുന്നത് പൊസസീവ്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനെയും പൊസസ് ചെയ്യും, അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആവും. നമ്മൾ എല്ലാത്തിനോടും നമ്മളൊരു ബന്ധം സ്ഥാപിക്കും. ഈ ബന്ധമാണ് ഇതിൻ്റെ അണ്ടർലൈങ് ഫാക്ട്. ഇരുട്ടിലാണ് ഈ ബന്ധം നിൽക്കുന്നത്. നമുക്ക് ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു വസ്തുവിനോട് എത്രത്തോളം ശക്തമായ വൈകാരിക ബന്ധമുണ്ടെന്ന് നമുക്ക് ഒരിക്കലും നിർണയിക്കാൻ പറ്റില്ല. അത് നിർണയിക്കപ്പെടുന്നത് അത് നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മൾ പൊസസ് ചെയ്തൊരു സാധനം നമുക്ക് നഷ്ടം വരുമ്പോൾ നമുക്കൊരു നഷ്ടബോധം ഉണ്ടാവും. ആ നഷ്ടബോധത്തിലാണ് നമുക്ക് ഈ ഭയം വരുന്നത്, ഭയങ്കരമായ വികാരം വരുന്നത്, ഭയത്തിന്റെ വികാരം വരുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അതിനോട് അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു. നമുക്ക് ഇപ്പൊ ആളുകള് എന്താ പറയാ, വലിയ വലിയ കാര്യങ്ങൾ പറയും. ആളുകൾ വർത്തമാനത്തിൽ വലിയ വലിയ കാര്യങ്ങളായിരിക്കും ഇവർ പറയുന്നത്. പക്ഷെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ പോക്കറ്റ് അടിച്ചു പോയാൽ ആ ദുഃഖം നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ അത്രയും നമ്മൾ അത്രയും വൈകാരികമായിട്ട് നമ്മൾ അത്രയും ദുർബലരാണ്. വലിയ വലിയ കാര്യങ്ങൾ പറയും, സ്വയം തിരിച്ചറിയില്ല പലപ്പോഴും. അതായത് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, എനിക്ക് ആ ധൈര്യമുണ്ട്, ഈ ധൈര്യമുണ്ട്, എനിക്ക് അതിൽ ഭയമില്ല, ഇതിൽ ഭയമില്ല. പക്ഷെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ ഒക്കെ പോക്കറ്റ് അടിച്ച് പോയി നമുക്ക് ആ വിഷമം താങ്ങാൻ പറ്റില്ല. കണ്ടോ? അപ്പൊ പറയാൻ നമുക്ക് എളുപ്പമാണ്, നമുക്ക് ധൈര്യമുണ്ട്, നമ്മളതിനെ ഫേസ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ
അതിൻ്റെ ആ സിറ്റുവേഷൻ റിയലായിട്ട് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് അതിനോട് എത്രത്തോളം മമതാബന്ധമുണ്ടായിരുന്നു, എത്രത്തോളം ബന്ധമുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ആ വികാരത്തെ നിർണ്ണയിക്കുന്നത്, അതിൻ്റെ തോതിനെ നിർണ്ണയിക്കുന്നത്. എത്ര ശക്തിയോടെയാണ് ഈ ഭയം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാമതൊരു കാരണത്തിലേക്ക് എത്തി. അതായത് നമ്മൾ എല്ലാ വസ്തുക്കളോടും ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ആ ബന്ധത്തിലുണ്ടാകുന്ന നഷ്ടമാണ് നമ്മളിൽ ഭയമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തനിയെ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ഭയത്തെ നമ്മൾ ലോകം എങ്ങനെയാണ് കൈകാര്യം ചെയ്യണം നോക്കാം. ഭയത്തെ ഈ ലോകം കൈകാര്യം ചെയ്യുന്നത് വളരെ തെറ്റായ രീതിയിലാണ്. അതായത് പിന്നെ അതിനിപ്പോൾ മനഃശാസ്ത്രത്തിനും എല്ലാത്തിനും ഒക്കെ പങ്കുണ്ടല്ലേ. നമ്മുടെ എന്താ പറയുക, ജീവിത വ്യാപാരങ്ങൾക്ക്, നമ്മുടെ അറിവിനൊക്കെ അതിന് പങ്കുണ്ട്. അതായത് നമുക്ക് പിന്നെ നമ്മളെന്താ ചെയ്യണം, ഒരു ഭയത്തിൻ്റെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന് മുൻകരുതലെടുക്കും. എന്താണ് ഈ മുൻകരുതൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു കാട്ടിലേക്ക് നമുക്കൊരു എന്തെങ്കിലും കാര്യത്തിന് ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ നമുക്ക് ഭയമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തോക്ക് കരുതും, അല്ലെങ്കിൽ ഒരു കത്തി കരുതും, അല്ലെങ്കിൽ ഒരു വടി കരുതും. ഒരു പാമ്പിനെ കണ്ടാൽ ഒരു കൊല്ലാനായിട്ടൊരു വടി കരുതും. ഈ വടിയോ അല്ലെങ്കിൽ ഒരാളെ കൂട്ടി വിളിക്കും. അപ്പോൾ ഈ വടിയോ ഈ തോക്കോ ഈ കത്തിയോ ഒക്കെയാണ് നമുക്ക് ഒരു കൃത്രിമമായ ഒരു ധൈര്യം തരുന്നത്, അതിനെ ഫേസ് ചെയ്യാനുള്ള. അങ്ങനത്തെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളുടെ കയ്യിൽ ഈ ആയുധമുണ്ടെന്നുള്ള തോന്നൽ നമുക്കൊരു ധൈര്യം ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ധൈര്യമാണ്, ഈ ധൈര്യം ഭയത്തെ പോലെ തന്നെ ഒരു ഹോർമോണൽ ആക്ടിവിറ്റിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ ധൈര്യം കൊണ്ട് നമുക്ക് കാര്യമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു കുട്ടി ഒരു കാറിനടിയിലേക്ക് പോയപ്പോൾ അതിൻ്റെ അമ്മ ആ കാറ് പൊക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരമ്മയ്ക്ക് ഒരിക്കലും ഒരു കാർ ഒറ്റയ്ക്ക് പൊക്കാനൊന്നും പറ്റില്ല, ഒരു വശം. പക്ഷേ അവരുടെ കുട്ടിയാണ് അവർക്ക് വലുത്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഉള്ളിൽ ധൈര്യത്തിന്റെ ഒരു ഹോർമോണാണ് വരുന്നത്. അപ്പോൾ അവരത് അപ്പോൾ അങ്ങനെയുള്ള ധീരതയ്ക്കാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. ഇതാണ് ധീരതയ്ക്കുള്ള അവാർഡായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അത് വളരെ മണ്ടത്തരമാണത്. അതൊരിക്കലും ധൈര്യമല്ല. അതൊരു സിറ്റുവേഷനിൽ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ധൈര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഹോർമോണിന്റെ ഒരു പ്രവർത്തനമാണത്. ഇതേ അമ്മ തന്നെ വേറൊരു കുട്ടിയാണ് കാറിനടിയിൽ പോകണമെങ്കിൽ അങ്ങനെ ആ കാറ് പൊക്കാൻ ശ്രമിക്കില്ല, പൊക്കുകയില്ല. എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഇത് നമ്മൾ അപ്പോൾ ധൈര്യം എന്ന് പറയുന്നത് ഭയത്തെ അതിജീവിക്കാനുള്ള ഒരു മാർഗമല്ല. അത് ഒരു ടെമ്പററി ആയിട്ടുള്ള നമ്മുടെ ഒരു സൂത്രമാണ്, ഒരു ആശയമാണ്. അതായത് നമ്മളൊരു ധൈര്യം കൃത്രിമമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഭയത്തെ നേരിടാനുള്ള ഒരു കൃത്രിമമായ ഒരു ഉപാധി നമ്മൾ കണ്ടെത്തുകയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അത് നമുക്ക് ജീവിതകാലം മുഴുവനും നമ്മളത് ചെയ്താലും നമുക്കൊരിക്കലും യഥാർത്ഥ ഭയമില്ലായ്മ വരില്ല. അപ്പോൾ ബോധശാസ്ത്രം പറയുന്നത് ഭയത്തെ ഇല്ലാതാക്കി നിങ്ങൾ ഭയമില്ലാത്തവരായി മാറുക എന്നാണ് പറയുന്നത്. അല്ലാതെ ഭയത്തെ നേരിടാൻ നിങ്ങൾ ധൈര്യത്തെ കൊണ്ടുവരിക എന്നല്ല പറയുന്നത്. ഇവിടെയാണല്ലോ ലോകം അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതും പിന്നെ ബോധശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം കൂടിയാണ്. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഈ വ്യക്തിത്വ വികസന പഠന കേന്ദ്രങ്ങളിലെല്ലാം അവർ ചെയ്യുന്നത് ഇതാണ്. ഭയത്തെ നേരിടാനുള്ള ഒരുപാട് കുറുക്ക് വഴികൾ, ഒരുപാട് കൃത്രിമമായ മാർഗങ്ങൾ നമ്മുടെ ഉള്ളിൽ ചില ഹോർമോണുകളെ സൃഷ്ടിച്ച്, ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഒരു കാണാത്ത ദൈവത്തെ നമ്മൾ സങ്കല്പിച്ച് അതിലൂടെ നമ്മൾ ധൈര്യം സംഭരിക്കും. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ അതിലൂടെ നമ്മൾ ധൈര്യത്തെ, അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു ദേവതയെയോ ദേവിയെയോ അല്ലെങ്കിൽ ഒരു പുണ്യാളനെയൊക്കെ നമ്മൾ മധ്യസ്ഥനായി നിർത്തിക്കൊണ്ട് നമ്മൾ ധൈര്യം സംഭരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ ബോധശാസ്ത്രം പറയുന്നത് അതല്ല. ഭയത്തിന് നിങ്ങൾ സാക്ഷിയാവുക. അതായത് ഭയം ഇല്ല എന്നൊരു അവസ്ഥ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ഭയം വരുമ്പോൾ ഈ ഭയത്തിന്റെ ഹോർമോണുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ ഭയം വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ അവെയർ ആയിരിക്കണം. ഇപ്പൊ ഭയം വരും, ഈ ഭയത്തെ ഞാൻ ഫേസ് ചെയ്യാൻ പോവുകയാണ്, നേരിട്ട് മുഖാമുഖം കാണാൻ പോവുകയാണ്, ഞാനതിനെ സ്വീകരിക്കാൻ പോവുകയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഭയത്തെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ആർക്കുമില്ല. നമ്മൾ എപ്പോഴും ഭയത്തെ അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്.
ഭയത്തിൻ്റെ സിറ്റുവേഷനെ നമ്മളില്ല. അതുകൊണ്ടാണ് ഈ ഫ്ലാറ്റുകളൊക്കെ ഇത്രയും അധികം വിറ്റുപോയതിൻ്റെ കാരണം. ഈ ഫ്ലാറ്റ് ജീവിതം എന്ന് പറയുന്നത് ഒരു കുറേ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്നതാണ്. ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഭയമില്ല എന്നൊരു തോന്നൽ വരും. നമുക്ക് എന്തൊരു ധൈര്യമുള്ളത്. കാര്യം എന്താണ്? ഈ ചുറ്റുമുള്ള ആളുകളാണ് നമ്മുടെ ധൈര്യം. അതാണ് എല്ലാവരും ഫ്ലാറ്റുകളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഏകാന്തമായ ഒരു സ്ഥലത്ത്, ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു വീട് വെച്ച് താമസിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. ഭയമാണ്. കാര്യം അവിടെ എന്ത് സംഭവിക്കാം. നമുക്ക് ആളുകൾക്കത് ഒരിക്കലും പിന്നെ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ആളുകൾ കൂട്ടമായി ജീവിച്ചും അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പോലീസിനെയും പട്ടാളത്തെയും ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉപയോഗിച്ച് ധൈര്യം നമ്മൾ ഉണ്ടാക്കി ജീവിക്കുകയാണ്. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഈ രീതിയിൽ നിങ്ങൾ ധൈര്യവാന്മാരാകുക എന്നാണ് പഠിപ്പിക്കുന്നത്. വികാരങ്ങൾ കൊണ്ടാണ് ധൈര്യത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. അത് വളരെ ആപത്താണത്. ഒരിക്കലും ഒരാൾക്ക് ഈ വികാരം കൊണ്ട് ഒരു ധൈര്യം കൊണ്ടുവന്ന് അതിലൂടെ ഭയത്തിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റില്ല. ഭയം അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയും ചെയ്യും. സദാസമയം നമ്മൾ ഈ ധൈര്യത്തിന്റെ വികാരത്തെ കൊണ്ടുവന്ന് നമ്മളതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. അത് ഭയങ്കരമായ ടെൻഷൻ നമ്മുടെ ഉള്ളിലുണ്ടാകും. അതല്ല ഈ പറയുന്ന ഭയമില്ലായ്മ എന്ന് പറയുന്നത്. ബോധശാസ്ത്രം പറയുന്നത് അതല്ല. ബോധശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ ആ ഭയത്തിന്റെ ഹോർമോൺ വരുന്ന സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അതിന് അവെയർ ആയിട്ട് ആ ഭയത്തിന്റെ സിറ്റുവേഷനെ നിങ്ങൾ ഫേസ് ചെയ്യുക. അപ്പൊ മാസ്റ്റർ ഒരു സംശയം ചോദിച്ചോട്ടെ, പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മള് പെട്ടെന്ന് മുന്നിലുണ്ടാവുന്ന ഒരു കാര്യം അവെയർ ആവാൻ ഒരു സാധ്യതയില്ലാത്തൊരു കാര്യം വരുമ്പോൾ നമ്മൾ അങ്ങനെയില്ല. അങ്ങനെ ഒരു സംഗതി ഇല്ല. എത്ര പെട്ടെന്നുണ്ടായാലും എന്താ പറയാ, അവയർനെസ്സിൽ അല്ലെങ്കിൽ ബോധമുയരുന്ന ഒരാൾക്ക് സാധിക്കും. അത് ഈ അവയർനെസ് എന്ന് പറയുന്നത് നമുക്ക് താഴ്ന്ന ബോധത്തിലുള്ള ഒരു മനുഷ്യന് അവയർനെസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ താഴ്ന്ന ബോധത്തിലുള്ള ഒരാൾ അയാളുടെ അവയർനെസ് എന്ന് പറയുന്നത് ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവയർനെസ് ആണ്. ഇപ്പൊ ഒരാള് ഒരു സ്വന്തമായി ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് ഒരു കാറ് വാങ്ങിച്ചെന്ന് വിചാരിക്കുക. ആ കാർ അയാൾ വളരെ ശ്രദ്ധയോടെ ഓടിച്ചിട്ടുള്ള കാര്യം സൂക്ഷ്മതയിലൊക്കെ ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടാവും. നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ അത് കാണാൻ പറ്റും. അപ്പൊ അതിനെ നമുക്ക് ഒരിക്കലും ഭയമില്ലായ്മയായിട്ട് കൂട്ടാൻ പറ്റില്ല, ധൈര്യമായിട്ട് കൂട്ടാൻ പറ്റില്ല നമുക്കതിനെ. കാരണം ആ സ്വാർത്ഥത ആ ശ്രദ്ധ അയാളുടെ സ്വാർത്ഥതയാണ്. ഇതല്ല, ഇത് ഉപാധിയില്ലാത്ത ശ്രദ്ധയാണ്. അതായത് ബോധം ഉയരുന്ന ഒരവസ്ഥയാണ്. ബോധം ഉയരും. അതായത് അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ, അതായത് ഭയത്തിന്റെ ഒരു സിറ്റുവേഷനെ നമ്മൾ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യുക എന്ന ഒരു മെത്തേഡ് അല്ലാതെ വേറൊരു മെത്തേഡ്. അങ്ങനെ ഫേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ശക്തമായ അവയർനെസ്സിലായിരിക്കണം. നമുക്ക് അതായത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഭയം കൊണ്ട് ആളുകളുടെ സമനില പോലും തെറ്റിപ്പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ സമനില തെറ്റിയിട്ടുണ്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ ഭയത്തെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാര്യം തന്റെ സമനില തെറ്റിപ്പോകുമോ എന്ന് ഭയപ്പെടും എല്ലാവരും. എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ സാഹചര്യത്തെ അവോയ്ഡ് ചെയ്യാനാണ് നോക്കണം. ഞാൻ എൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അതാണ്.